നമസ്കാരം പ്രിയ മാതൃ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മാജിക്കങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്ന മദ്യം മയക്കുമരുന്നിനെതിരെയുള്ള ഒരു മാജിക്കാണ്. നമ്മളിന്ന് ഒരുപാട് സ്ഥലത്ത് സ്കൂളുകളായാലും കോളേജുകളായാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ എല്ലാം ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രഗ്സിനെതിരെ. നമ്മൾ ഓരോരുത്തരും സർക്കാരും എല്ലാം ഇന്ന് ഡ്രഗ്സിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ന്യൂ ജനറേഷൻ കാലത്ത് ഒട്ടുമിക്ക കുട്ടികളും നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്ന് അവരെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം ഒന്നിച്ച് കൈകോർക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ചെറിയ രീതിയിൽ മാറ്റിക്കലുകൾ നമുക്കൊക്കെ അറിയാം. സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ അനുഭവം തന്നെയാണെങ്കിൽ തന്നെ ഒരു മിഠായി മേടിച്ചു തരാൻ പറഞ്ഞാൽ ഒരുപക്ഷെ മേടിച്ചു തരില്ല. പകരം ഒരു സിഗരറ്റാണ് മേടിച്ചു തരാൻ പറഞ്ഞെങ്കിൽ മിക്കവരും മേടിച്ചു തരും. സിഗരറ്റ് മേടിച്ചു തരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മിഠായി അന്ന് ഒക്കെ നിസ്സാര പൈസ ഉണ്ടെങ്കിൽ പോലും സിഗരറ്റിനൊക്കെ 50 പൈസ ഉള്ളപ്പോൾ 5 പൈസ മിഠായിക്ക് ഉണ്ടെങ്കിൽ പോലും 50 പൈസ സിഗരറ്റ് കൊടുക്കും. മിഠായി മേടിച്ചു തരാൻ പറഞ്ഞാൽ മിക്കവരും തരികയില്ലൊന്നും. പക്ഷേ അതുവഴി ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിഗരറ്റ് വലിച്ചാലുണ്ടാകുന്ന ദൂഷ്യങ്ങൾ നമുക്കറിയാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ചുരുക്കിയായിട്ട് പറയുമ്പോൾ നമുക്ക് സർവനാശമാണ്. നമുക്ക് എല്ലാവരും നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ആദ്യപടിയാണ് മിക്കവരുടെയും തുടക്കം ഈ സിഗരറ്റിലാണ്. നമ്മളിപ്പോൾ ഒരു സിഗരറ്റ് അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് ട്യൂബ് കാണാവുന്നില്ല, വെറുതെ ഒരു ട്യൂബാണിത്. ഈ ട്യൂബിനല്ലേ നമ്മൾ ശരീരം വന്ന് വിചാരിക്കുക. നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന അതുവഴി ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കാണാവുന്നില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ശരീരത്തിലേക്ക് വയ്ക്കുന്നു, കയറുന്നു. നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി അല്പം ചുറ്റിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മദ്യത്തിന് മയക്കുമരുന്നിനുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളത് സിഗരറ്റ് വലിക്കുന്നു. നമ്മൾ പലർക്കും രസമായിരിക്കും. ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല, ഇങ്ങോട്ട് ഉപയോഗിക്കാനും പോകുന്നത്. അപ്പോൾ നോക്കാം, അത് ശരീരത്തിലേക്ക് പോയി നമ്മളൊക്കെ വിചാരിക്കും ഒരു കുഴപ്പമില്ല എന്നുള്ളത് അല്ലേ. പക്ഷേ അത് എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറെ കഴിയുമ്പോൾ നമുക്ക് അതിന് ദോഷം വരുന്നത്. അത് നോക്കാം, ശരീരത്തിലേക്ക് അത് കയറി കഴിഞ്ഞാൽ നോക്കി കണ്ടോ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ വിചാരിക്കും. പോട്ടുണ്ട്, അതുവഴി ഉണ്ടാകുന്ന ദോഷങ്ങൾ പിന്നാലെ വരും. അന്നേരത്തേക്ക് നമുക്കൊന്ന് തോന്നും ഒരു കുഴപ്പമില്ലാതെ ഉണ്ടാവും. അപ്രത്യക്ഷമായി പോയി മൊത്തം ഏതിൽ പോകുന്ന നമുക്ക് കാണാൻ കൂടി കഴിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കാം കണ്ടോ. അപ്പോൾ പക്ഷേ നമുക്ക് അന്നേരത്തെ രസത്തിന് വേണ്ടി നമ്മളത് മേടിച്ചു ഉപയോഗിക്കും. ഇത് പല പ്രാവശ്യം ഉപയോഗിച്ച് നമ്മുടെ ശീലമായിരിക്കുമ്പോഴത്തേക്കും ഇതുവഴി ഉണ്ടാകുന്ന ചെറിയൊരു ലഹരിയൊക്കെ ഉണ്ടാകുമെന്നാണ് ആൾ പറയുന്നത്. എനിക്ക് ബോധ്യമില്ല എങ്കിൽ കൂടി ആ ലഹരി മതിയാവാതെ വരും. അതുപോലെ ആ മതിയാവാതെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും, നമ്മൾ വേറെ പല കാര്യങ്ങളും തേടി പോകുന്ന സാധ്യത അല്ലേ. ആ വേറെ പല ലഹരി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യമേ മറ്റു കുട്ടികളായാലും എല്ലാം പെടാൻ ചാൻസ് ഉള്ളത് മദ്യമാണ്. ഇതിനവിടെ ചെറിയൊരു തോതിൽ മദ്യം കൊടുക്കുന്നു. അപ്പോൾ വളരെ ചെറുതാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു അളവിൽ മദ്യം നമ്മുടെ ശരീരത്തിൽ എന്നു പറഞ്ഞ ഒരു കുഴപ്പമില്ല. പലപ്പോഴും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ പാർട്ടി നടക്കുമ്പോഴും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് രസം. പക്ഷേ രസം നമ്മുടെ കൈവിട്ട് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതോർത്ത് ഖേദിക്കുന്നത്. അന്ന് ഇതിന് തുറന്നു കുറിച്ച് വെച്ചത് ഞാനാണല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും ഏതെങ്കിലും ഫംഗ്ഷനിലായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അവനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്ന് വിചാരിച്ച് ആരും നശിക്കാൻ പോകുന്നില്ല. പക്ഷെ പലരുടെയും ബ്രെയിനിൽ ഇത് ഫീഡ് ചെയ്യപ്പെടുന്നത് പല ലെവലിലാണ്. അതുവഴിയുണ്ട്. അപ്പം അവർക്ക് പലർക്കുള്ള നിയന്ത്രണ ശേഷി നമ്മളൊക്കെ പറയുമ്പോൾ അങ്ങനെ വരും. ആ നിയന്ത്രണ ശേഷിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഇത് ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ച് കൊടുത്തിരിക്കുമ്പോൾ പിന്നെ നമ്മളറിയാതെ ആയിരിക്കും കഴിച്ചത്. അങ്ങനെ ഇവരുടെ ഈ ഉപയോഗം ഇത് കുറച്ച് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ തെറ്റുന്ന കൂട്ടുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഈ അളവിൽ നിൽക്കാതെ വരും. പിന്നെ എന്ത് പറ്റും, ഇവിടെ നമ്മൾ ഞാൻ കുറച്ച് ഗ്ലാസ്സുകൾ കൊണ്ട് ചെല്ലണം. നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഗ്ലാസ്സുകൾ നമുക്ക് പല അളവുള്ള ഗ്ലാസ്സുകളാണ്. ഈ ഗ്ലാസ്സുകളിൽ
നമ്മളിപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മദ്യം നമ്മൾ ഉണ്ട്. ഇത് ഇവൻ്റെ 1, 2, 3, 4 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ ബ്രെയിൻ കൂടുതൽ കാര്യങ്ങൾ വേണം, കൂടുതൽ മദ്യം വേണം എന്നതിനെ ആവശ്യപ്പെടാൻ പറ്റും. അപ്പോൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ കൺട്രോളിംഗ് പവർ, അതിൽ ലിമിറ്റിൽ നിൽക്കണമെന്നുള്ള ആ ബ്രെയിനിൻ്റെ അറിയിപ്പം അവന് വക വയ്ക്കാതെ എന്ത് ചെയ്യും, അവന് കൂടുതൽ മദ്യം വേണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവനെന്ത് ചെയ്യും, വേറെ കൂടുതൽ മദ്യം കിട്ടാനുള്ള മാർഗം നോക്കും, കൂടുതൽ മദ്യത്തിലേക്ക് അവന് കടന്നു കണ്ടു. അങ്ങനെ അവനത് ഒരു ആദ്യം വിധത്തിൻ്റെ ഇരട്ടി കൂടുതൽ മദ്യം വേണമെന്ന് തോന്നിയൊരവസ്ഥ വേണ്ടി വരും തീർച്ചയായിട്ടും. ഇന്ന് വരെയുള്ള സമൂഹത്തിൻ്റെ എല്ലാവരുടെയും പ്രവർത്തനം അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് 10 കിട്ടുമ്പോൾ 100 വേണമെന്നുള്ള ആളാഗ്രഹം. മദ്യത്തിൻ്റെ കാര്യത്തിലായാലും ഏതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇതുകൊണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇതുകൊണ്ടും ഒന്നും ആവാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കൂടുതൽ മദ്യം നോക്കാം, ഗ്ലാസിൻ്റെ വലിപ്പം നോക്കാം, വ്യത്യാസം കാണാമെന്ന് വിചാരിക്കുന്ന രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഗ്ലാസിൻ്റെ വലിപ്പം തമ്മിലുള്ള. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ മദ്യം വേണമെന്നുള്ള ആവശ്യം വരും. അപ്പോൾ കൂടുതൽ വേണ്ടി പോകും. അങ്ങനെ അവൻ്റെ മദ്യത്തിൻ്റെ ഉപയോഗം പടിപടിയായിട്ട് വർദ്ധിച്ച് ഇതിപ്പോൾ ഇതിൻ്റെ അളവ് എനിക്കറിയില്ല, എത്രയായാലും വലിയ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. അതിലേക്ക് വേണ്ടി അതുപോലെ മദ്യമാണ് കൂടുതൽ വേണമെന്ന് പറഞ്ഞുള്ള ആശയിലേക്ക് വരും. അവൻ്റെ ബ്രെയിനായി ചോദിച്ചുകൊണ്ടിരിക്കും, അവൻ ആ വഴി പോകും. അത് ലാസ്റ്റ് ഒന്നിനും പറ്റാത്ത നമ്മൾ കണ്ടോ ഇതിൻ്റെ അളവുണ്ട് നമ്മളിലേക്ക്. അപ്പോൾ എത്രയായാലും അവന് മതിയാവാത്ത ഒരവസ്ഥ. അപ്പം നമ്മൾ ആദ്യമേ വെറുതെ രസത്തിന് വേണ്ടി ഒരു പ്രാവശ്യം ചെയ്തു കൊടുത്താൽ ആയിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ ഒരു പ്രാവശ്യം രസത്തിന് വേണ്ടി കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കാർ ഒരു പ്രാവശ്യം രസത്തിന് വേണ്ടി കൊടുത്തായിരിക്കാം. പക്ഷെ ഇതുവഴി ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ ഇതുപോലെ പടിപടിയായിട്ട് വർദ്ധിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു തുടക്കം കുറിക്കാൻ നമ്മളായിട്ട് അവസരം കൊടുക്കരുത് കേട്ടല്ലോ. ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ് വേറെ ഉണ്ട്. ആ വീഡിയോകളിൽ നമ്മളിത് ബാക്കി പോകാം, ഇവിടെ കൊണ്ടും നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ അത് വീഡിയോയുടെ ലെങ്ത് പറയുന്നതിന് വേണ്ടി അടുത്ത വീഡിയോയിൽ നമുക്ക് അതുകൊണ്ട് കാണിക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, മാജിക് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെയോ കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യണം കേട്ടല്ലോ. അവരെ കൊണ്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.